അപ്പോൾ മച്ചന്മാരെ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ ഗൈസ്? അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഓയിൽ ചേഞ്ചിങ്ങിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5200 കിലോമീറ്ററോളം ഏകദേശം ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5000 കിലോമീറ്റർ ഓടുന്ന സമയത്താണ് വണ്ടിയിൽ സർവീസ് ചെയ്യാറ്, ഓയിൽ ചേഞ്ച് ചെയ്യാറ്. ഇപ്പോൾ 5000 സംതിങ് കിലോമീറ്റർ ഇപ്പോൾ ആയി നിലവിൽ. അപ്പോൾ പിന്നെ സർവീസ് സെൻ്ററിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് പൊതുവെ ഷോറൂമിലൊക്കെ പോകുമ്പോൾ അവർ കൊടുക്കുമ്പോൾ അവരുടെ ഒരു ഇത് പറയുന്നത് 10,000 കിലോമീറ്റർ വരെ വണ്ടി ഓടാമെന്നൊക്കെയാണ്. പക്ഷേ ഞാനങ്ങനെ ചെയ്യാറില്ല. മാക്സിമം ഒരു 5000 കിലോമീറ്റർ ഓടുന്നതിനുള്ളിൽ തന്നെ ചേഞ്ച് ചെയ്യാറ്. മോൾട്യൂളിൻ്റെ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് റോയൽ എൻഫീൽഡിൻ്റെ നമ്മുടെ ഇതിൻ്റെ ഫിൽറ്ററും ഇതിൻ്റെ കൂടെ മാറ്റി കൊടുക്കണം. മസ്റ്റായിരുന്ന സമയത്ത് ഫസ്റ്റ് ഈ ഒരു ബോൾട്ട്, ഇതൊരെണ്ണം, പിന്നെ ഈ ഒരെണ്ണം, ആ 3 നമ്മൾ അയച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാനിത് ലൂസാക്കി വെച്ചിട്ടുണ്ട്, ഇതഴിക്കാം. ആ ബോൾട്ട് നമ്മൾ അയക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡാഷ് പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ ഡാഷ് പ്ലേറ്റിൻ്റെ ഉള്ളിലേക്ക് ഈ ഓയിൽ നമ്മൾ നോർമലി വെക്കുന്ന സമയത്ത് അതങ്ങനെ വെക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ ഇറങ്ങിപ്പോകും. അപ്പോൾ അതങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനും അതുപോലെ ഇതാവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷോറൂമിലൊക്കെ കൊടുക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും പറഞ്ഞാൽ അങ്ങനെ ഫുള്ളായിട്ടൊന്നും ഇങ്ങനെയൊന്നും വെക്കൊന്നുമില്ല. അവർ ജസ്റ്റ് അങ്ങ് കഴിക്കും. പിന്നെ അതിൻ്റെ അടി മൊത്തം ഇതായി കഴിഞ്ഞാൽ ആകെ എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ വന്ന് നമ്മുടെ ഈ ഡാഷ് പ്ലേറ്റിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് മറ്റേ ഓയിലൊക്കെ പിടിച്ച് അതിൻ്റെ ഇതൊക്കെ പോയി ഫുൾ ഫിനിഷിംഗ് ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മളെപ്പോഴും ഇത് ശ്രദ്ധിക്കാം, ഈ സാധനം ഒന്ന് വെച്ച് കൊടുക്കുന്നത് ഏറ്റവും സേഫ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ബോൾട്ട് വന്നിട്ടൊന്ന് അയച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൽ കണ്ടോ, അടിപൊളി ഓയിലാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു വാഷറുണ്ടാവും, ആ വാഷറാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയത്. അത്യാവശ്യം ഓയിൽ മാറാനായിട്ടുണ്ട്. നമുക്കിത് 5000 കിലോമീറ്റർ ഓടിയ എൻ്റെ വണ്ടിയുടെ ഓയിലിൻ്റെ കളറാണ് ഈ കാണുന്നത്, മനസ്സിലായി? അപ്പോൾ നമ്മളൊരു 10,000 കിലോമീറ്ററൊക്കെ ഓടാൻ പറ്റും എന്ന് പറയുന്ന ഷോറൂമിൽ നിന്ന് നമുക്ക് വരുന്ന ആ ഓയിലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഏറ്റവും നമ്മൾ മാക്സിമം നമ്മളൊരു 5000 കിലോമീറ്റർ ഓടുന്ന സമയത്ത് തന്നെ മാക്സിമം നമ്മുടെ വണ്ടിയുടെ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ഏറ്റവും നല്ലൊരു വണ്ടിയുടെ ലൈഫ്, എൻജിൻ്റെ ലൈഫിന് വളരെ നല്ലതാണ്. അപ്പോൾ അതൊന്ന് നന്നായി ശ്രദ്ധിച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഞാനത് അയച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിനുള്ളിൽ ഇനി ഒരു ഫിൽറ്റർ കാണാം. നമ്മുടെ ഈ നീളത്തിൽ കാണുന്ന ഈ ഫിൽറ്റർ അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ വലിച്ചാൽ മതി, പോരും കേട്ടോ. അപ്പോൾ സാധാരണ ഈ ഫിൽറ്ററിൽ എന്തെങ്കിലുമൊക്കെ നമ്മളിതിൽ വരുന്ന വല്ല പൊടിയോ, എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന പൊടിയോ, തേയ്മാനം വരുന്ന സമയത്ത് എന്തെങ്കിലും പൊടിയൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ ഇതിൽ ഉണ്ടായിരിക്കും. നിലവിലൊന്നുമില്ല, ക്ലീനാണ്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇതിനുള്ളിൽ ഓയിൽ ഔട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഫുൾ ഓയിലും നമ്മൾ മാക്സിമം ഒഴിവാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇതുപോലെ നിർത്തിയിട്ട് തന്നെ നമുക്ക് ഇതാക്കാം. പിന്നെ വണ്ടി ഒന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്ക് ചെരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഓയിൽ മാക്സിമം, അതായത് മേലെ ഹെഡിലൊക്കെ വരുന്ന ഓയിലുകളുണ്ടല്ലോ, ഇതിനുള്ളിലൊക്കെ ഇവിടെയൊക്കെ ഹെഡിലൊക്കെ ഇവിടെ ഓയിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഓയിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന സമയത്ത് ഇത് ആ സൈഡിൽ ഈ സൈഡിലും ആയിട്ട് വന്ന് നമുക്കിത് ഫുൾ ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, അപ്പോൾ ഏകദേശം ഓയിൽ ഔട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുറവാണ് ഓയിൽ. ഞാൻ ഏകദേശം 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, എന്നിട്ടും എൻ്റെ വണ്ടിയുടെ കുറവാണ് കണ്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്ക് പണി കിട്ടാൻ, എഞ്ചിൻ ഇത്രയും പെട്ടെന്ന് പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഓയിലിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു റിസ്ക് എടുക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഫിൽറ്റർ ഒന്ന് വയ്ക്കണം. ഇത് കണ്ടോ, ഫിൽറ്റർ വരുന്നത് ഈ സൈഡിലാണ്. ഈ കാണുന്നതാണ് ഫിൽറ്ററിൻ്റെ ഈ 8 mm വരുന്ന ഈ ഒരു ബോൾട്ട് 3 നമ്മൾ അയച്ചിട്ടുള്ളത്. കാണുന്നില്ലേ, ഇതേ ഈ 3 നമുക്കിതൊന്ന് അയച്ചെടുക്കാം. ഇതുകൊണ്ട് നമ്മളിപ്പോൾ ഫിൽറ്റർ അയച്ച സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ വരുന്നുണ്ടോ, ഇതിലും അത്യാവശ്യം കുറച്ച് ചെറിയ ഇതിൽ ഓയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ കഴിച്ച് വേറൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നമ്മളത് അയക്കുന്ന സമയത്ത് ഈ 3 ബോൾട്ട് ഉണ്ടല്ലോ, ഈ 3 ബോൾട്ട് അയക്കുന്ന സമയത്ത് നല്ല കെയറായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ പിരി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഫ്രണ്ട് സാധിക്കുന്നുണ്ട്, അവൻ്റെ വണ്ടിയുടെ ഇതുപോലെ ഷോറൂമിൽ ഏതൊക്കെയോ ഷോറൂമിലാവൻ കൊണ്ടേ പണിത് അവൻ്റെ ഈ 3 ഇതും അവൻ പിരി പോയിട്ടുണ്ട്. പിരി പോയി പാകം അവൻ പണി കിട്ടി, ഫിൽറ്റർ മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അവസാനം ഞങ്ങൾ ലാസ്റ്റ് ഒരു റൈഡ് പോകുന്ന സമയത്ത് മാറ്റാൻ വേണ്ടി നോക്കിയിട്ട് കുറേ നമുക്ക് പറ്റാണ്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് കുറേ ലൂസ് നോട്ടൊക്കെ ഇട്ട് എന്തൊക്കെയോ ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ പിന്നെ ആ റൈഡൊക്കെ പോയത്. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. 3 നമുക്ക് അഴിച്ചെടുക്കാം. അതിൽ ഒരു നെട്ട് കുറച്ച് നീളമുള്ളതായിരിക്കും കേട്ടോ, ഒരെണ്ണം. ബാക്കി 2 എണ്ണവും സെയിം ലെങ്ത്താണ് വരിക. ഒരു
പാക്കിംഗ് ഉണ്ടായിരിക്കും ഇതിൻ്റെ കൂടെ. പാക്കിംഗ് കേടുവരാതെ ശ്രദ്ധിക്കണം. ഈ കാണുന്ന ഇതാണ് ഫിൽറ്റർ. ഇത് കണ്ടോ, ഇതാണ് ഫിൽറ്റർ വരുന്നത്. അപ്പോൾ ഇതൊന്ന് എടുക്കാം. ഇത് കണ്ടോ, നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള വണ്ടിയുടെ ഫിൽറ്ററിൻ്റെ അവസ്ഥയാണത്. കാണുന്നുണ്ടോ? ഇതിപ്പോൾ നമ്മൾ ഓയിൽ ഏകദേശം ഫുള്ള് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി നമ്മുടെ ഇതിൽ എടുത്ത ഫിൽറ്റർ അങ്ങോട്ട് തന്നെ ഫിറ്റ് ചെയ്യാം. അതായത് ഈ ഫിൽറ്റർ നമ്മൾ എടുത്തായിരുന്നു, അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഈ ടോപ്പാണ്. ഈ ടോപ്പ് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഒരു ഓവർ ടൈറ്റ് കൊടുക്കണ്ട, ഒരു മാക്സിമം ഒരു മിനിമം ടൈറ്റ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ഉണ്ടോ, അത് മതി. ഇനി നമുക്ക് നമ്മൾ ഈ 3 ബോൾട്ടും ഏകദേശം ഇട്ട് കഴിഞ്ഞു. ഒരു നോർമൽ ടൈറ്റ് കൈകൊണ്ട് കയറുന്ന അതിൽ ടൈറ്റ് ചെയ്യുക, പിന്നെ ജസ്റ്റ് നോർമൽ ടൈറ്റ് ചെയ്യുക. ഞാൻ ഈ ഒരു പേപ്പർ കടലിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സൂപ്പർ എന്താണ് ഇതിൻ്റെ ഇത് എന്നുള്ളത് ജസ്റ്റ് നോക്കും. ഇത് കണ്ടോ, നമ്മുടെ വണ്ടിയുടെ താഴെ ഒരു തുള്ളി ഓയിൽ പോലും ആയിട്ടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ ഓയിലിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ഈ ഫിൽറ്റർ മാറ്റാൻ പോകും. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ വരുന്ന ഈ ഓയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ ഫിൽറ്റർ വെച്ച് കൊടുക്കാം. കറക്റ്റ് അതിൻ്റെ ഉള്ളിലൊരു ഇത് വരുന്നുണ്ട്, അതിലേക്ക് കറക്റ്റ്. അപ്പോൾ നമ്മൾ ആ പാക്കിങ് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഈ 3 ബോൾട്ട്, ഈ ഇതിൽ നീളം കൂടിയ ബോൾട്ട് ഇതാ ഇതിലാണ് വരുന്നത്, ബാക്കി 2 മേലെ. ഓക്കെ, നമുക്ക് ഇനി ഓയിൽ ഒഴിക്കാം. അതിനിപ്പോൾ നമ്മുടെ ഈ ഓയിൽ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഇതുണ്ടോ, ഇവിടെയൊക്കെ പൊടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതാ ഞാൻ എൻ്റെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഓയിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതില്ലാണ്ടാവുമ്പോൾ ഇപ്പോൾ വണ്ടിക്ക് പണി വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. നമ്മൾ ഈ ഒരു ചെറിയൊരു 1000 രൂപയുടെ കേസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു 10-37 രൂപയുടെ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളത് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് മാത്രം കൈകാര്യം ചെയ്യുക. ഇത് നമ്മുടെ വണ്ടി ഓയിൽ ചേഞ്ച് കഴിഞ്ഞു. ജസ്റ്റ് കഴിഞ്ഞു, ഏകദേശം ഒക്കെ ഇതാണല്ലോ. ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് സ്റ്റാർട്ടിങ്ങിലിടാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലിടുന്ന സമയത്ത് നമുക്ക് വണ്ടി ഒന്ന് ആ ഓയിലൊക്കെ ഒന്ന് ഹെഡിലേക്കൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റായിക്കോളും. അതുകൊണ്ട് സൗണ്ടിനങ്ങ് മാറി. പിന്നെ പറഞ്ഞാൽ ഓയിൽ കുറച്ച് മാറാൻ കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവരും ശ്രദ്ധിക്കുക, കറക്റ്റ് ഓയിൽ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഓയിൽ ചേഞ്ചിങ് മസ്റ്റായിട്ട് നമ്മുടെ വണ്ടിക്ക് ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യാൻ ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളത് അതിന് മാത്രം യാതൊരുവിധ പിഷ്കത്തിനും നമ്മൾ കാണിക്കരുത്. ഓയിൽ കുറയാനുള്ളൊരു ഇതെന്ന് പറഞ്ഞ ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഈ എക്സോസ്റ്റാണ്. ഞാൻ പവർ റൈറ്റിൻ്റെ എക്സോസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത്യാവശ്യം ഞാൻ ലോങ് റൈഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ വണ്ടി, അല്ലാതെ ഞാൻ വണ്ടി യൂസ് ചെയ്യുന്നില്ല. അല്ലാതെ വണ്ടി എൻ്റെ അടുത്ത് വേറെ ഒരെണ്ണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ബേൺ ചെയ്ത് പോയിട്ടുണ്ടാവായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഓയിൽ കുറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും എന്തായാലും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ.